നിങ്ങൾക്ക് ശക്തിയായ വയറുവേദന അനുഭവിക്കാറുണ്ടോ? വയറിന് വല്ലാത്ത പ്രയാസം. റസൂലുള്ളാഹി തങ്ങൾ ഒരു ചികിത്സ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് വല്ലാത്ത വയറുവേദനയോട് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ. അപ്പം നബി തങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് തേന് കഴിച്ചോ എന്ന് പറഞ്ഞു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്. നീ പോയിട്ട് തേൻ കഴിച്ചോ. ആ മനുഷ്യന് തേനൊക്കെ കഴിച്ച് വന്നിട്ട് പിന്നെയും പറഞ്ഞു, നബിയെ, ഞാൻ തേനൊക്കെ കഴിച്ചു, പക്ഷെ എൻ്റെ വയറുവേദന മാറുന്നില്ല, വല്ലാത്ത വയറുവേദന. നബി പിന്നെയും പറഞ്ഞു, നീ പോയിട്ട് തേൻ കഴിച്ചോ. മൂന്നാമത്തെ ദിവസവും അയാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, വയറുവേദന മാറുന്നില്ല. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, തേൻ കഴിച്ചോ. നാലാമത്തെ ദിവസവും അയാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ തേൻ 3 ദിവസവും കഴിച്ചു, വയറുവേദന മാറണമെന്നില്ല, ഇതിപ്പോൾ എന്താ ചെയ്യുക? അപ്പം നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് സത്യമാണ്, നിൻ്റെ വയറ് പറഞ്ഞത് കളവാണ്. തേന് കഴിച്ചാൽ നിൻ്റെ വയറിൻ്റെ എല്ലാ പ്രശ്നവും മാറും. നിൻ്റെ വയറാണ് കളവ് പറയണത്, അള്ളാഹ് പറഞ്ഞ സത്യം തന്നെയാണ് എന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വയറിന് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഏറ്റവും നല്ല മരുന്ന് മുത്തനബി പഠിപ്പിച്ചത് എന്താണ്? തേന് കഴിച്ചാൽ മതി, വയറിൻ്റെ എല്ലാ പ്രയാസവും മാറി കിട്ടും, എല്ലാ വിഷമവും മാറി കിട്ടും. അപ്പോൾ ആ മനുഷ്യൻ വെറുതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീപ്പാക്കാൻ എന്ന് പറഞ്ഞതാണ്. നബി, എനിക്ക് വയറുവേദന ഉണ്ടെന്ന് വെറുതെ പറഞ്ഞതാണ്. മൂന്നാമത്തെ ദിവസം ഒന്ന് പറഞ്ഞപ്പോൾ, നാലാമത്തെ ദിവസം ഒന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ വയറ് പറഞ്ഞതാണ് കളവ്, നിനക്ക് വയറുവേദന ഒന്നുമില്ല, ഇജ്ജ് വെറുതെ പറയാണ്, അള്ളാഹ് പറഞ്ഞ സത്യമാണ്. കാരണം എനിക്ക് വയറുവേദന ഉണ്ടെങ്കിൽ ഈ തേൻ കുടിച്ചാൽ അത് മാറും എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തേൻ ശിഫയാണ്, തേൻ എല്ലാത്തിനും ശിഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയറുവേദന ഉണ്ടെങ്കിൽ, വയറിന് പ്രയാസം ഉണ്ടെങ്കിൽ, ആമാശയത്തിലെ പ്രശ്നം, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തേൻ വേണ്ട രീതിയിൽ കുടിച്ചാൽ മതി. എങ്ങനെയാ തേൻ കുടിക്കേണ്ട രീതി എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരൽപ്പം നല്ല ശുദ്ധമായ പാനീയം എടുക്കും. അതിൽ അല്പം തേനൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അത് കുടിക്കുമായിരുന്നു. വെറും വയറ്റത് കുടിക്കുമായിരുന്നു. വയറിനൊരു പ്രയാസം ഉണ്ടാവില്ല. ഇത് പതിവാക്കി വെക്കൊണ്ടു. ശുദ്ധമായ വെള്ളം എടുക്കുക, അല്പം തേനൊഴിക്കുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക, വെറും വയറ്റിൽ എല്ലാ ദിവസവും കുടിക്കുക. വയറിന് ഒരു പ്രശ്നവും പ്രയാസവും, ഗ്യാസ് ട്രബിളിൻ്റെ അസുഖമോ അല്ലെങ്കിൽ ആമാശയത്തിന് വേറെ പ്രശ്നങ്ങളോ ഉള്ള ഒരു പ്രശ്നങ്ങളും വയറിനുണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ വേറെ ചികിത്സ ഉണ്ട്. കരിഞ്ജീരകം ഉണ്ടല്ലോ, ഈ കരിഞ്ജീരകം വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, ആമാശയത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് നബി തങ്ങൾ പറഞ്ഞ ഹദീസ്. എങ്ങനെയാണ്? കരിഞ്ജീരകം കൊണ്ട് ചികിത്സിച്ചാൽ അത് മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് എന്നാ. മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ്. മരണം അത് ശിഫയാവില്ല. ബാക്കിയുള്ള എല്ലാ അസുഖവും കരിഞ്ജീരകം കൊണ്ട് ശിഫയാക്കാൻ പറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആധുനിക വൈദ്യശാസ്ത്രവും പറയുന്നു കരിഞ്ജീരകം മിക്ക രോഗങ്ങൾക്കും ശിഫയാണ്. എല്ലാ വൈദ്യശാസ്ത്രവും അംഗീകരിച്ചു പോരുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചു, കരിഞ്ജീരകം മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് എന്ന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഒരല്പം ജീരകം എടുത്ത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്, ആമാശയത്തിന് നല്ലതാണ്, ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾക്ക്, കോശങ്ങൾക്ക്, നാഡീ നരമ്പുകൾക്ക് നല്ലതാണ്. നരമ്പിൻ്റെ അസുഖങ്ങൾ, ബ്ലോക്ക്, അതുപോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ ഇതൊക്കെ ജീവിതത്തിൽ പകർത്തി നോക്കുക. റസൂലുള്ളാഹി തങ്ങളുടെ ചികിത്സാ രീതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രേഷ്ഠമുള്ളതാണ്. തേന് കൊണ്ടുള്ള ചികിത്സകൾ, കരിഞ്ജീരകം കൊണ്ടുള്ള ചികിത്സകൾ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പ് കുത്തിയിട്ടുണ്ട്, ഹിജാമ ചെയ്തിട്ടുണ്ട് എന്നാ. കൊമ്പ് കുത്തിയിട്ടുണ്ട്, അത് സുന്നത്തായ ചികിത്സയാണ്. കൊമ്പ് കുത്തിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പനി വരുന്ന സമയത്ത് നമ്മളൊക്കെ എന്താ ചെയ്യുക? ഞാൻ 2 ദിവസം കുളിക്കേണ്ടതെന്ന് മക്കളോട് പറയും. പനി വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സ എന്താണ്? അസ്മാ റളിയല്ലാഹു അൻഹ പനി വന്നിട്ട് ഒരു സ്ത്രീ മുമ്പിൽ വന്നപ്പം ആ പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് നല്ല തണുത്ത വെള്ളം എടുത്തേക്ക് പാർന്നു എന്നാ. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനി വന്നാൽ ആ പനിയെ വെള്ളം കൊണ്ട് തണുപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ തിബ്ബുൻ നബി ധാരാളമുണ്ട്. അതൊക്കെ കഴിയണതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ തേൻ, കരിഞ്ജീരകം, അതൊക്കെ വലിയ ശിഫയാണ്. അതൊക്കെ ജീവിതത്തിൽ പതിവാക്കുക. തേന് കുടിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് അതാണ്, വയറുവേദന ഉണ്ടാവുകയില്ല, വയറിനൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇത് നബി തങ്ങൾ അക്കമിട്ട് ആണയിട്ട് പറഞ്ഞ കാര്യമാണ് അല്ലേ? നബി തങ്ങൾ എന്താ പറഞ്ഞത്? വയറ് കളവ് പറഞ്ഞു, അള്ളാഹ് പറഞ്ഞ സത്യമാണ്. വയറുവേദന ഉണ്ടെങ്കിൽ എന്താകും? തേൻ കുടിച്ചാൽ അത് മാറും. ശരീരത്തിൻ്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച
ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അന്ത്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അന്ത്. രാവിലെയും വൈകുന്നേര സമയങ്ങളിലും ഈ ദുആ കൊണ്ടുവരിക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.